بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. ما بعد، اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه منيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ അമലുകളും നമ്മളിൽ നിന്ന് ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ ഈ മഹത്തായ സദസ്സിൽ വന്നിരിക്കുന്നത്, അള്ളാഹു ആ നല്ല ഉദ്ദേശങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. സദസ്സ് കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം നേടി തിരിച്ചു പോകുന്ന നല്ല അടിയാറുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഉഹദ് യുദ്ധം തന്നെയല്ലേ പറയണ്ടല്ലേ? ആളുകൾ ബദർ യുദ്ധത്തിനുള്ള ആളല്ലേ ഉള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ എന്ന് അറിയാം. അങ്ങോട്ടേക്ക് മാറ്റണം ക്ലാസ്. അല്ല, ബദറെല്ലാം 313, അതിൽ 700 പേരുണ്ടായിരുന്നത്. കുറച്ച് ആൾ വേണം, ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. അവർ 3000 പേരുണ്ട്. അപ്പോൾ നമ്മൾ നല്ല തയ്യാറെടുപ്പോടുകൂടി വേണം പോകാൻ. അല്ലാഹു കബൂലാക്കട്ടെ. അപ്പോൾ ഉഹദ് യുദ്ധം നമ്മൾ തുടങ്ങി വെച്ചല്ലേ, കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞു. 2 സൈന്യത്തിലുണ്ടായിരുന്ന ആളെണ്ണവും സജ്ജീകരണങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഷവ്വാൽ മാസം, ഹിജ്റ 3-ാം വർഷം ഷവ്വാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിലാണ് നടന്നതെന്ന് പറഞ്ഞു. അധിക പണ്ഡിതന്മാരും 15-നാണ്, ഷവ്വാൽ 15-നാണ് നടന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ശനിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച വരെ നടന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. നിബിധങ്ങൾ വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷമായിരുന്നു പുറപ്പെട്ടത്. എന്നിട്ട് ഇപ്പം മസ്ജിദ് ഷെയ്ഖീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് മദീന ഇവിടെയാണ്, അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. പിന്നെ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സൊക്കെ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ഒരു സ്മാർട്ട് ക്ലാസ് രൂപത്തിലേക്കാവണം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് കാണിക്കാൻ എളുപ്പമുണ്ട്. ബോർഡിൽ എഴുതി വരച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം പരിമിതമായ സൗകര്യം വെച്ചിട്ട് പരമാവധി പറഞ്ഞു തരാൻ ശ്രമിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. മദീന എവിടെയാണെന്ന് വിചാരിക്കാം. ഉഹദ് നേരെ ബാക്ക് ഭാഗത്ത് നമ്മളെ ചുമരിൽ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് പോലെ ഒരു ഏകദേശം ഇങ്ങനെ വളഞ്ഞു ഉഹദ് കിടക്കുക. റസൂലുള്ളാഹി വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം മദീനത്ത് നിന്ന് പുറപ്പെട്ടു. കുറച്ച് മുമ്പോട്ട് നീങ്ങി മസ്ജിദ് ഷെയ്ഖൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മസ്ജിദ് ഷെയ്ഖൈനുള്ള സ്ഥലത്ത് തമ്പടിച്ചു. അവിടെ നിന്നാണ് ചെറിയ കുട്ടികളെ തിരിച്ചയക്കുന്നത്. ഏകദേശം 14ഓളം ചെറിയ കുട്ടികളെ റസൂലുള്ളാഹിക്ക് തിരിച്ചയക്കേണ്ടി വന്നു. പ്രായം കുറഞ്ഞവരായിട്ടും 14 പേര് കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അന്ന് പുറപ്പെട്ടു വന്നിരുന്നു. അവരെ തിരിച്ചയച്ച് മുനാഫിക്കീങ്ങൾ 300 പേര് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചുപോയി. അപ്പം അന്ന് രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് ഇശായൊക്കെ അവിടെ നിസ്കരിച്ച് അവിടെ തന്നെ തങ്ങി. അപ്പോൾ അന്നത്തെ ദിവസം രാത്രിയിൽ ഒരു സഹാബി നബിതങ്ങളുടെ കൂടെ തന്നെ, നബിതങ്ങളെ വിട്ടുപിരിയുന്നേയില്ല, ഒരു പേഴ്സണൽ സെക്യൂരിറ്റിയെ പോലെ. കാരണം ശത്രുക്കൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഏത് സമയവും ഒരു രഹസ്യ ഒളിയാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എങ്ങാനും ശത്രുക്കൾ ആക്രമിച്ചാൽ അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി ആരും ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നബിയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എനിക്കെന്തെങ്കിലും അപകടം പറ്റിയാലും വേണ്ടിയില്ല, റസൂലുള്ളാഹിക്കൊന്നും പറ്റരുത് എന്ന ആഗ്രഹത്താൽ ഒരു സഹാബി അന്നത്തെ ദിവസം രാത്രി നബിതങ്ങൾക്ക് പൂർണ്ണമായ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരുന്നു. നബിതങ്ങളെ കാത്ത് സംരക്ഷിച്ചിരുന്നു ഉറങ്ങാതെ. ആ സഹാബിയുടെ പേരാണ് ദക്വാൻ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു. ദക്വാൻ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അന്ന് രാത്രി മുഴുവൻ നബിതങ്ങളെ വിട്ടുപിരിയാതെ നബിതങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തി. സഹാബാക്കൾ ഒരുപാട് പേരെക്കുറിച്ച് നമുക്കറിയാനുണ്ട്. നമ്മളിപ്പോഴും ഒരുപാട് പേരെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ പുതിയ ഒരുപാട് പേരെ പരിചയപ്പെടും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ തലേന്ന് ദിവസം, അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. തലേന്ന് ശത്രുപാളയത്തിൽ വേറൊരു സംഭവം കൂടി നടന്നു. അതായത് ശത്രുക്കളുടെ കൊടി അത് വഹിച്ചിരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബനു അബ്ദുദ്ദാർ ഗോത്രം. ഈ ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൻ്റെ പ്രത്യേകത, പണ്ട് കാലം മുതൽ, അതായത് റസൂലുള്ളാഹിൻ്റെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയായ അബ്ദുമനാഫിൻ്റെ മക്കളുടെ കാലഘട്ടം മുതൽ ഖുറൈശികൾക്കിടയിൽ ഓരോ ദൗത്യം, ഓരോ ഉത്തരവാദിത്തങ്ങൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. കാബയുടെ പരിപാലനം ഒരു ഗോത്രത്തിനും,
അതേപോലെ തന്നെ പിന്നെ ഇത് എന്താ ഹാജിമാരെ പരിപാലിക്കേണ്ട ദൗത്യം ഒരു ഗോത്രത്തിന്. അങ്ങനെ വിഭജിക്കപ്പെട്ടപ്പോൾ, ഉത്തരവാദിത്തങ്ങൾ വിഭജിക്കപ്പെട്ടപ്പം മക്കത്തെ മുശ്രിക്കീങ്ങൾക്കിടയിൽ യുദ്ധം വന്നാൽ കൊടി പിടിക്കേണ്ട ഉത്തരവാദിത്തം ബനു അബ്ദിദാർ ഗോത്രത്തിനാണ് കിട്ടിയത്. അപ്പോൾ വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് കൊടി പിടിച്ചുകൊണ്ട് വരുന്നിരുന്ന ആളാണ് ബനു അബ്ദിദാർ ഗോത്രം. അപ്പോൾ അവർ തന്നെയാണ് ബദറിൽ കൊടി പിടിച്ചത് മുശ്രിക്കീങ്ങളുടെ. ഉഹദിലും അവർ തന്നെയാണ് പിടിച്ചത്. ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബിൽ കൊണ്ടുവരുന്ന ഒരു റിവായത്തിൽ നിന്ന് വായിക്കാനിടയായി, റസൂലുള്ളയും ഉഹദിൽ ആദ്യം കൊടി പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. പിന്നീട് മുശ്രിക്കീങ്ങൾ ബനു അബ്ദിദാർ ഗോത്രത്തിന് അവരുടെ അവകാശം വകവെച്ചുകൊണ്ട് കൊടി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നുള്ള വിവരം കിട്ടിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, അവരെക്കാൾ അവകാശം പൂർത്തിയാക്കി കൊടുക്കുന്നവർ നമ്മളാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ അവർക്ക് തന്നെ ഏൽപ്പിക്കാൻ കൂടുതൽ ബാധ്യസ്ഥരായവരാരാ? മുശ്രിക്കീങ്ങളെക്കാട്ടി നമ്മളാണ്. അങ്ങനെയാണ് ബനു അബ്ദിദാർ ഗോത്രത്തിൽപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടി നൽകുന്നത്. അപ്പോൾ ഈ കൊടി വഹിക്കുന്ന ആളുകൾ വളരെ പ്രധാനപ്പെട്ടവരാണ്. കാരണം അവർ മരിച്ചു വീണ് അല്ലെങ്കിൽ അവർ പിന്തിരിഞ്ഞോടിയാൽ പിന്നെ മുഴുവൻ സൈന്യവും പിന്തിരിഞ്ഞോടും അല്ലേ. കൊടി പിടിക്കുന്ന ആൾ തന്നെ ഫസ്റ്റ് പേടിച്ചോടിയാൽ പിന്നെ ബാക്കി എല്ലാവരും അയാളുടെ ബാക്കിൽ ഓടൂലേ. അപ്പോൾ ഈ അബൂ സുഫിയാന് നന്നായിട്ട് അറിയാം റളിയല്ലാഹു അൻഹു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമാനാണ്, കുശാഗ്ര ബുദ്ധിയാണ്, ഭയങ്കര ദീർഘദൃഷ്ടിയാണ്. ബദർ യുദ്ധ സമയത്ത് നമ്മൾ പറഞ്ഞൊക്കെ ഓർക്കണം, വെറും ഒട്ടകത്തിൻ്റെ കാഷ്ടത്തെ നോക്കിയിട്ട് ഇവിടെ സഹാബാക്കൾ വന്നോ ഇല്ലേന്ന് തിരിച്ചറിയാനും മാത്രം ബുദ്ധിയുള്ള ആളായിരുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അപ്പം അദ്ദേഹത്തിന് അറിയാം ഇവർ ഭയങ്കര പ്രധാനപ്പെട്ടവരാണ്. നാളെ മുസ്ലിമീങ്ങൾ യുദ്ധം തുടങ്ങിയ പാട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതും ഇവരെ ആയിരിക്കും. അപ്പം ഇവർ ഉറച്ചു നിന്നാലേ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റും. ബദറിൽ ഇവരും പിന്തിരിഞ്ഞോടിയിരുന്നു. അപ്പം അതുപോലെ സംഭവിക്കരുത് എന്ന് അബൂ സുഫിയാൻ കണക്ക് കൂട്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ചെറിയൊരു തന്ത്രം പ്രയോഗിച്ചു. എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അറബികൾക്കിടയിൽ ഒരുപാട് മോശത്തരങ്ങളും ദുഷിച്ച ശീലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർക്കുണ്ടായിരുന്ന ഒരു ഗുണം ഭയങ്കര അഭിമാനബോധമായിരുന്നു. ഗോത്രമഹിമ, ഗോത്രപെരുമ, ബാക്കി എന്തും സഹിക്കും. പക്ഷെ അഭിമാനം നഷ്ടപ്പെടുന്നത് അറബികളും ഒരിക്കലും സഹിക്കൂലായിരുന്നു. അത് നമ്മൾ പറഞ്ഞല്ലോ പലപ്പോഴും. ചെറിയൊരു അഭിമാനക്ഷതമേറ്റാൽ വർഷങ്ങളോളം ചിലപ്പം അവർ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറാവും, വാളെടുത്ത് പോകും. അപ്പം അബൂ സുഫിയാൻ ഇതൊക്കെ മനസ്സിൽ കണ്ട് തലേന്ന് രാത്രി, വെള്ളിയാഴ്ച ദിവസം രാത്രി ബനു അബ്ദിദാർ ഗോത്രത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, നിങ്ങളാണല്ലേ ഞങ്ങളുടെ കൊടി വഹിക്കുന്നത്? ആ, ഞങ്ങളാണ് കൊടി വഹിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഈ യുദ്ധത്തിന് നിങ്ങൾ വഹിക്കേണ്ട. ഐഡിയ ആണ്, നിങ്ങളെ കൊണ്ട് ഇത് നടക്കൂല. കാരണം ഇതൊക്കെ കിതാബിൽ വന്നത്, ഖദ് ഉല്ലീതും ലിവാഅന യൗമ ബദർ ഫഅസാബന മാ ഖദ് റഅയ്തും. ബദറിൻ്റെ അന്ന് വലിയ വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ കൊടി നിങ്ങൾക്ക് തന്നു. അന്ന് ഞങ്ങൾ കണ്ട് എന്താ സംഭവിച്ചത്? എല്ലാവരും പിന്തിരിഞ്ഞ് ഓടിയില്ലേ? നമ്മൾ പൂർണ്ണമായി പരാജയപ്പെട്ടില്ലേ? ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞ പണിയല്ലടോ, അതിങ്ങ് തന്നെ. ഫനക്ഫീകുമു, ഞങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചോളാം, ബനു സുഹറയോ ബനു അബ്ദി ഷംസിനെയോ ആരെങ്കിലുമൊക്കെ കൊടുത്തോളാം. നിങ്ങൾക്ക് പറഞ്ഞ പണിയല്ല, ഇങ്ങതാ, അത് നിങ്ങൾക്ക് പറ്റൂല, കഴിയുമെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതിയെ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു, വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് ഈ ദൗത്യം വഹിക്കുന്ന ഈ ഗോത്രത്തോട്, അറബികളോട് ഇങ്ങനെ പോയി പറഞ്ഞ് അവർക്കിളകി, ഭയങ്കരമായിട്ട് ഇളകി. ചരിത്രത്തിൽ വരുന്നുണ്ട്, ഇത് കേട്ട ഉടനെ ആ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ ചാടി എഴുന്നേറ്റ് അബൂ സുഫിയാനെ കൈകാര്യം ചെയ്യാൻ പോയിന്ന, കൊല്ലാൻ പോയിന്ന. അബൂ സുഫിയാൻ തന്ത്രപരമായി ഒഴിഞ്ഞു മാറി. അവർ ദേഷ്യത്തോടുകൂടി പറഞ്ഞു, നഹ്നു നുസല്ലിമു ഇലൈക ലിവാഅന, ഞങ്ങളുടെ ഈ കൊടിയെ നിനക്ക് ഏൽപ്പിക്കുകയോ? സതഅലമു ഗദൻ ഇദൽ തഖൈന കൈഫ നസ്ന, നാളെ ഞങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ അപ്പം കാണിച്ചരാടാ ഞങ്ങൾ എന്താ ചെയ്തുതരാം, അപ്പം കാണിച്ചരാ, ഞങ്ങൾ ആൺകുട്ടികളാണ് എന്നവർ പറഞ്ഞു. അതായത് അബൂ സുഫിയാൻ്റെ തന്ത്രം വിജയിച്ചു. കൊള്ളൻ്റെ അടുത്ത് കൊണ്ടു, കുറിക്ക് കൊള്ളുക, മർമ്മത്തിൽ തട്ടുക എന്ന് പറഞ്ഞില്ലേ. അബൂ സുഫിയാന് ഭയങ്കര സന്തോഷമായി. കാരണം അവരുടെ ഉള്ളിൽ വീറും വാശിയും ഒക്കെ ജനിപ്പിക്കാനും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനും ഇത് ഭയങ്കര സഹായകമായി. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പം ഇവർ നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പും പോരാട്ടവും ഒക്കെ നമ്മൾ പറയും. ഭയങ്കര പോരാട്ടമായിരുന്നു. അബൂ സുഫിയാൻ്റെ തന്ത്രം പൂർണ്ണമായ രീതിയിൽ വിജയം കൊണ്ടു. ഈ ഗോത്രം മുഴുവനും കൊടിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ശക്തമായി പോരാടി. പക്ഷേ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ സർപ്രൈസ് കളയുന്നില്ല, ഈ യുദ്ധത്തിൽ ഇത്രയും ശക്തമായി ഒരു പോരാടിയെങ്കിലും ഒരാൾ പോലും ബാക്കിയില്ലാതെ എല്ലാവരും മരിച്ചു കേട്ടോ. മുസ്ലിമീങ്ങളുടെ സഹാബാക്കളുടെ പോലും പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. ഭയങ്കര വലിയ പോരാളികളായിരുന്നു. അത് ഇപ്പോഴേ ഞാൻ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് അത് ആ സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം. ഓരോരുത്തരായിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് സഹാബാക്കൾ കൊന്നിട്ട് അവസാനം ആ കൊടിയ സഹാബാക്കൾ ഉഹദിൻ്റെ രണാങ്കണത്തിൽ താഴെ ഇട്ട് പിന്നെ ഒരു ആൺകുട്ടി ആ കൊടി പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെട്ടിട്ടില്ല എന്നാണ്. അത് ഞാൻ പറഞ്ഞത്, ഉഹദിനെ കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ചാൾ തിരിഞ്ഞോടിയതും ആ മലേൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നതും മാത്രമേ അറിയൂ. പക്ഷേ അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ അബൂ സുഫിയാൻ അങ്ങനെ അവരെ വീറും ആവേശമൊക്കെ പറഞ്ഞു കയറ്റി അവരുടെ ഉള്ളിൽ വാശി നിറച്ചു, അവരെ തയ്യാറാക്കി ഒക്കെ റെഡിയാക്കി സെറ്റാക്കി. അതിനുശേഷം
പിറ്റേന്ന് ശനിയാഴ്ച പുലർച്ചക്ക്, വെള്ളിയാഴ്ച രാത്രി ആദ്യ ഭാഗത്ത് സഹാബാക്കളോടൊക്കെ ഉറങ്ങാൻ പറഞ്ഞിട്ട് ശനിയാഴ്ച പുലർച്ചെ സുബഹിക്ക് മുമ്പ് തഹജുദിൻ്റെ സമയത്ത് സഹാബാക്കളെ കൊണ്ട് റസൂൽ എഴുന്നേറ്റു. എന്നിട്ട് ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് റസൂല്ല പോവുക. ബദർ പോലെയല്ല ഉഹദ്. കാരണം ബദറിൽ രണാങ്കണ ഭൂമിയിലേക്ക് ആദ്യം എത്തിയത് ആരാ? മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് എവിടെ നിൽക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഉഹദിൽ ഇപ്പോൾ ആദ്യം ആരാ എത്തിയിട്ടുള്ളത്? മുശ്രിക്കീങ്ങൾ ഓൾറെഡി 3000 പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മദീനയാണ്. അവിടെയാണ് ഇങ്ങനെ ഏകദേശം ഒരു എൽ ഷേപ്പിൽ ഉഹദ്. ശത്രുക്കൾ ഏകദേശം ഈ ഭാഗത്താണ് തമ്പടിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ സൈനിക താവളത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. സുബ്ഹാനല്ലാഹ്. രണ്ടാമതാണ് മുസ്ലിമീങ്ങൾ എത്തിയതെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം 100% പെർഫെക്റ്റ് ആയിരുന്നു. യുദ്ധപരമായി നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത സ്ഥലമല്ലാതെ മറ്റൊരു സ്ഥലം സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ തന്ത്രപരമായി തിരഞ്ഞെടുക്കാനില്ലായിരുന്നു. നബി തങ്ങൾ എന്നൊരു യുദ്ധ പോരാളി അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ സേനാനായകൻ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ, കമാൻഡർ, ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവ് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കി തരുന്ന ഒരു സെലക്ഷനായിരുന്നു സ്ഥലത്തിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തു. ഇഖ്തിയാറുൻ അബ്കരി എന്ന ചരിത്രകാരന്മാരെ അതിനെ വിവരിച്ചിട്ടുള്ളൂ. തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത, ഒരു മാതൃകയില്ലാത്ത, മറ്റൊരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സ്ഥലത്തെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തത്. അതായത് ശത്രുക്കൾ ഈ ഭാഗത്താണ് ഉള്ളത്. നബി തങ്ങൾ ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. റസൂലുള്ള തിരഞ്ഞെടുത്ത സ്ഥലം ഉഹദിനോട് മുട്ടിയിട്ട് അപ്പുറത്താണ്. അതായത് ഇങ്ങനെ പോയിട്ട് ശത്രുക്കളുമായി ഇങ്ങനെ ഏറ്റുമുട്ടയല്ലേ ഇത്. റസൂലുള്ള ശത്രുക്കളെയും കടന്നിട്ട് അപ്പുറം പോയി നബി തങ്ങളുടെ പിൻഭാഗം ഉഹദിനോടാക്കി, എന്നിട്ട് മദീനത്തേക്ക് ഫേസ് ചെയ്തിട്ട് നിന്ന്, അതായത് ശത്രുക്കളെയും കടന്ന് അപ്പുറം പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? ഞാൻ പറഞ്ഞു ഒരു എൽ ഷേപ്പിലാന്ന് പറഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ വിധങ്ങൾ മുസ്ലിമീങ്ങളെ കൊണ്ടുപോയി നിർത്തിയപ്പം ഇനി മുസ്ലിമീങ്ങളുടെ വലത് ഭാഗത്തു നിന്ന് ശത്രുക്കൾക്ക് ആക്രമിക്കാൻ കഴിയില്ല. ഉഹദ് മലയുണ്ട്. മുസ്ലിമീങ്ങളുടെ പിൻഭാഗത്ത് നിന്നും ശത്രുക്കൾക്ക് ആക്രമിക്കാൻ വേണ്ടി കഴിയൂല. ഇനി ഇടത് ഭാഗത്തുകൂടി മാത്രമേ ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വേണ്ടി കഴിയൂ. റസൂലുള്ള അതിനും ഒരു പരിഹാരം കണ്ടുവച്ചു. അവിടെ ചെറിയൊരു മലയുണ്ടായിരുന്നു, മല, ജബൽ ഐനൈൻ. ഇപ്പം അതിന് ജബൽ റുമാത്ത് എന്നാ പറയാം. നമ്മൾ ഉഹദിലൊക്കെ പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ, ഉഹദിലേക്ക് പോകുമ്പം ഉഹദ് പള്ളിയുടെ മുമ്പിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ചെറിയ മല കാണും. ആ ജബൽ റുമാത്ത് എന്ന ചെറിയ മലയിൽ വളരെയധികം കഴിവുള്ള തീവ്ര പോരാളികളായ ഒരു 50 പേരെ ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി നിർത്തി. വലത് ഭാഗം സുരക്ഷിതമാണ്, ബാക്ക് ഭാഗം സുരക്ഷിതമാണ്. ഇടത് ഭാഗത്തും ഒരു 50 പേരെ റസൂലുള്ളാഹി നിർത്തി. അങ്ങനെ പഴുതുകൾ മൊത്തം അടച്ചു. പിന്നെ രണ്ടാമത്തെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇത് ഉയർന്ന പ്രദേശമാണ്. ശത്രുക്കൾ നിൽക്കുന്നത് താഴ്ന്ന പ്രദേശം. ഉയർന്ന പ്രദേശത്തിൽ നമ്മളായാൽ നമുക്കത് വലിയ ബോണസാണ്, പ്ലസ് പോയിൻ്റാണ്. കാരണം നമ്മൾ അഥവാ തോൽക്കുകയാണെങ്കിൽ ശത്രുക്കൾ നമ്മുടെ ബാക്കിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കയറ്റം കയറി വരണം. അപ്പോൾ ഒരു പരിധിക്കപ്പുറം നഷ്ടം സംഭവിപ്പിക്കാൻ അവർക്ക് സാധിക്കൂല. മനസ്സിലായോ? ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്ന ആൾ തോക്കുകയാണെങ്കിൽ തോറ്റ് പിന്നോടുമ്പോൾ ശത്രുക്കൾ അവരുടെ ബാക്കിലേ വരുമ്പോൾ കയറ്റം കയറി വരണം. അപ്പോൾ പെട്ടെന്ന് അവർക്ക് കയറി വരാൻ കഴിയില്ല. അതേസമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മുസ്ലിമീങ്ങൾ താഴെയും ശത്രുക്കൾ മേലെയാണെങ്കിൽ ഒറ്റയടിക്ക് വന്ന് ആക്രമിച്ച് തകർത്ത് നാശമാക്കാൻ സാധിക്കുമായിരുന്നു. അന്നും റസൂലുള്ളാഹി കണ്ടെത്തി. ഇനി അഥവാ മുശ്രിക്കീങ്ങളാണ് തോക്കുന്നതെങ്കിൽ അവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ റസൂലുള്ളാഹിക്ക് കഴിയും, ഉയർന്ന പ്രദേശത്തായതുകൊണ്ട്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു റസൂലുള്ളാഹി തിരഞ്ഞെടുത്തത്. നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയിൽ വേണം. ഈ സ്ഥലത്ത് രണ്ടാമതെത്തുന്ന റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ഥലത്തെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം എത്തിയിട്ട് പിടിച്ചു വെച്ച സ്ഥലമല്ല, രണ്ടാമത് എത്തുന്നത്. എന്നിട്ടാണ് റസൂലുള്ളാഹി ഇത്രയും തന്ത്രപരമായ സ്ഥലത്ത് മുസ്ലിമീങ്ങളെ കൊണ്ടുവന്ന് നിർത്തി. ചരിത്രകാരന്മാരെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് ഈ സംഭവത്തെ കാണുന്നത്, അവർ എടുത്തുദ്ധരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെയാണ് ശത്രുക്കൾ ഉള്ളത്, ഇവിടെയാണ് മദീന. അപ്പുറത്തേക്ക് റസൂലുള്ളാഹിക്ക് എത്തണം. 700 പേരെയും കൊണ്ട് എത്തേണ്ടത്. ഇവർ കാണാണ്ട് എത്തണ്ടേ? ഇവർ കണ്ടാൽ പ്രശ്നമല്ലേ? 1-2 ആളെയും കൊണ്ടാണെങ്കിൽ നമുക്ക് പമ്മി പോവാം. പക്ഷേ 3000-ഓളം വരുന്ന ശത്രുക്കൾ കാണാതെ 700 പേരെയും കൊണ്ട് അപ്പുറത്തേക്ക് എത്തണം. എങ്ങനെ പോവും? തഹജ്ജുദിൻ്റെ സമയത്ത് റസൂലുള്ളാഹി എഴുന്നേറ്റ്, എന്നിട്ട് നബി തങ്ങൾ സഹാബാക്കളൊക്കെ ക്രമീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, മൻ റജുലുൻ യഖ്റുജു ബിനാ അലൽ ഖൗമി മിൻ കസബ്. നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയും കൊണ്ട് ഒരു ഷോർട്ട് കട്ടിലൂടെ ഈ കൗം അറിയാതെ, ലാ യമുറു ബിനാ അലൈഹിം, ഇവരറിയാതെ നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കണം, അതിനാരാ തയ്യാറെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഒരാൾ ചാടി എഴുന്നേറ്റ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ കൂട്ടത്തിൽ സഹാബാക്കളോട്, സഹാബാക്കൾ സംഭവം അത് ഇന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാത്തരം ആൾക്കാരും ഉണ്ട്. അമ്പെയ്യാനുള്ള ആൾ, അതിന് സ്പെഷ്യലൈസ് ചെയ്ത ആളുണ്ട്. കുന്തറിയാനാണെങ്കിൽ അതിന് സ്പെഷ്യലൈസ് ചെയ്ത, വാൾ കൊണ്ട് പോരാടാൻ, വഴി കാണിക്കാൻ, എല്ലാത്തിനും പറ്റിയ ആളുണ്ട്. അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ്, നബിയേ അന യാ റസൂലല്ലാഹ്, എനിക്കറിയാം, നമുക്ക് അവർ കാണാതെ അപ്പുറത്തെത്താനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്.
അങ്ങനെ ബനു ഹാരിസ ഗോത്രത്തിൻ്റെ തോട്ടത്തിൻ്റെ നടുക്കൂട്ട് മരത്തിൻ്റെയും ബാക്കിയുള്ള വൃക്ഷങ്ങളുടെയൊക്കെ ഇടയിലൂടെ ഉള്ള ഒരു വഴി ഇദ്ദേഹം കാണിച്ചു കൊടുത്തു. അത് നമുക്ക് മാപ്പുണ്ടെങ്കിൽ കാണിക്കായിരുന്നു. റസൂൽ ഇങ്ങനെ പോകുന്നത് അവർ കാണാണ്ട് ഇങ്ങനെ പോയിട്ടാണ് ഉഹദിൻ്റെ അടുത്തേക്ക് ഏകദേശം പറയാം കേട്ടോ അപ്പുറത്തേക്ക് എത്തുന്നത്. ആണെങ്കിൽ വാട്സപ്പിലൊക്കെ ഞാൻ അയച്ചുതരാം, ഇതിൻ്റെ നക്ഷ ഉണ്ട്. അൽഹംദുലില്ലാഹ് ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാരിസ ഗോത്രത്തിൻ്റെ അതിലൂടെ അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു വഴി കാണിച്ച ആ തരത്തിൽ നേരെ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഈ പോകുന്ന വഴിക്ക് മുർബി ഇബ്നു ഖൈലി എന്ന് പറഞ്ഞ ഒരു മുനാഫിക്കിൻ്റെ അന്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബാക്കളോടും ശക്തമായ ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ഒരു മുനാഫിക്കിൻ്റെ തോട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അയാൾ ഭയങ്കര ദേഷ്യം പിടിച്ചു. ലാ അഹില്ലു ലക അൻ തദ്ഖുല ഹൈതി ഇൻ കുൻത റസൂലല്ലാഹ്. അയാൾക്ക് കണ്ണാണൂല, ഇത് അള്ളാഹുവിൻ്റെ റസൂലാണോ എന്ന് വാദിക്കുന്നവനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണെങ്കിൽ അയാൾ ഈ തോട്ടത്തിൽ കയറാൻ ഞാൻ അനുവദിക്കൂല എന്നൊക്കെ പറഞ്ഞ് മണ്ണ് വാരിയിടാനൊക്കെ തുടങ്ങി. അപ്പോൾ സഹാബാക്കൾ വേറെന്തും സഹിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് സഹാബാക്കൾ ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വാളെടുത്ത് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അവരെ തടഞ്ഞു. ലാ തഖ്തുലൂ, നിങ്ങൾ അയാളെ കൊല്ലരുത്. ഫഹാദ അഅമൽ ഖൽബി അഅമൽ ബസർ, ഇത് കണ്ണിന് മാത്രം അന്ധത ബാധിച്ച മനുഷ്യനല്ല, മറിച്ചോ ഹൃദയത്തിനും കൂടി അന്ധത ബാധിച്ച മനുഷ്യനാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കൊന്നിട്ട് വെറുതെ സമയം കളയണ്ട, അയാളെ കൊല്ലരുത് എന്ന് പറഞ്ഞു. പക്ഷെ നബിയുടെ ഈ കൽപ്പന എത്തുമ്പോഴേക്ക് സഅദ് ഇബ്നു സെയ്ദ് എന്ന് പറഞ്ഞാൽ ഒരറ്റ കൊടുക്കൽ കൊടുത്തിരുന്നു. അയാളുടെ തല പൊട്ടി ചോര വന്നിരുന്നു. നിങ്ങളുടെ ഈ കൽപ്പന അല്ലെങ്കിൽ ഈ നിരോധന കൊല്ലരുത് എന്ന് പറഞ്ഞ കൽപ്പന എത്തുന്നതിന് മുമ്പ് ആരാ സഹാബി? അടുത്ത സഹാബി, നമ്മൾ കേൾക്കാത്ത സഹാബി സഅദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ചോര തളച്ചു. കാരണം ഉമ്മയെ പറഞ്ഞാലും ഉപ്പയെ പറഞ്ഞാലും ചിലപ്പോൾ സഹാബാക്കൾ ക്ഷമിച്ചു എന്ന് വരും, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞാൽ അവർ ക്ഷമിക്കൂല. അദ്ദേഹം ഒരു കൊടുക്കൽ കൊടുത്തു. ഫശജ്ജഹൂൻ, അദ്ദേഹത്തിൻ്റെ തല പൊട്ടി ചോര വന്നു എന്നാണ്. അങ്ങനെ നബിയും സഹാബാക്കളും ഒരു പുലർച്ചെ ആവുമ്പോഴേക്ക് ഉഹദിലെ ഈ സ്ഥലത്തെത്തി. പോകുന്ന വഴിക്ക് വേറൊരു സംഭവം നടന്നു, വളരെ രസകരമായ ഒരു സംഭവം. ഇമാം തബ്റാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബിൽ റിവായത്ത് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട മുഹദ്ദിസീങ്ങളൊക്കെ അതിനെ സഹീഹാക്കിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ട്, ഇക്കാക്കയുണ്ട്, സെയ്ദ് ഇബ്നുൽ ഖത്താബ്. എത്ര പേര് കേട്ടിട്ടുണ്ട് ഉമറുള്ളാൻ്റെ ജ്യേഷ്ഠൻ്റെ പേര്? സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കേൾക്കണം എന്തായാലും, കാരണം എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാട്ടി മുമ്പ് മുസ്ലിമായ സഹാബി അദ്ദേഹം റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ഈ ജ്യേഷ്ഠനോടായിരുന്നു, ഈ കാക്കനോടായിരുന്നു. എത്രത്തോളം ചരിത്രത്തിൽ കാണാം, സ്വന്തം മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനേക്കാൾ ഇഷ്ടം ഈ ജ്യേഷ്ഠനോടായിരുന്നു. അപ്പോൾ ഉഹദിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഈ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് പടച്ചട്ടയുണ്ട്, ജ്യേഷ്ഠൻ സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പടച്ചട്ടയില്ല. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം പടച്ചട്ട ഊരിയിട്ട് ഖുദ് ദിർഇ ഹാദാ യാ അഖി, കാക്ക എൻ്റെ ഈ പടച്ചട്ട നിങ്ങളെടുത്തോ, നിങ്ങൾ അണിഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുത്തു. ഇവിടെ നമ്മളെന്താ കാണുന്നത്? ഒരു സ്നേഹനിധിയായ ഒരു അനിയൻ വളരെ സ്നേഹത്തോടു കൂടി തൻ്റെ ജ്യേഷ്ഠന്, തൻ്റെ പരിചയമില്ലാത്ത തൻ്റെ ജ്യേഷ്ഠന്, പരിചയമല്ല, പടച്ചട്ട ഇല്ലാത്ത തൻ്റെ ജ്യേഷ്ഠന് പടച്ചട്ട കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, സ്നേഹത്തിൻ്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു പടച്ചട്ട കൊടുത്തതായിരുന്നില്ല. മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു, ഞാൻ പടച്ചട്ട ഇട്ട് പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയാൽ ഞാൻ മരിക്കാനുള്ള സാധ്യത കുറവാണ്, എനിക്ക് ഷഹാദത്ത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് പടച്ചട്ട ഇല്ലാതെ ഞാൻ ഇറങ്ങിയാൽ ഷഹാദത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തൻ്റെ ആ പടച്ചട്ട ഊരിയിട്ട് തൻ്റെ ജ്യേഷ്ഠന് കൊടുത്തതായിരുന്നു. പക്ഷേ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കാൾ മുമ്പ് മുസ്ലിമായ ആളാണ്. ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനെക്കാട്ട് മുമ്പ് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. അതുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു ഈ ഐഡിയ മനസ്സിലായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹഹാ ഇന്നി ഉരീദു മിന ഷഹാദത്തി മിസ്ലല്ലദീ തുരീദു യാ ഉമർ. ഉമറേ, നീ ആഗ്രഹിക്കുന്ന ഈ ഷഹാദത്ത് ഉണ്ടല്ലോ, അത് നിന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിൻ്റെ പരിചയിച്ച പടച്ചട്ടൊന്നും വേണ്ട. ചരിത്രത്തിൽ കാണാം, ഫതറക്കാഹ ജമീഅ, അവർ രണ്ടുപേരും ആ പടച്ചട്ട ഉപയോഗിക്കാതെ അവിടെ ഇട്ടിട്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. സഹാബാക്കൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. ആ യുദ്ധത്തിൽ രണ്ടുപേരും മരണപ്പെട്ടില്ല. സെയ്ദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഷഹീദായി. അൽഹംദുലില്ലാഹ്, അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഷഹാദത്ത് അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ഷഹീദാന്ന് എപ്പോഴാണെന്നറിയോ? നമ്മുടെ ചരിത്രത്തിൽ പറയൂല അത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകൻ മുസൈലിമായിട്ടുള്ള യുദ്ധത്തിലാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. അന്ന് മുസ്ലിമീങ്ങളുടെ കൊടി പിടിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഉമർ റളിയല്ലാഹു അതിന് പോയിട്ടില്ലായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അതിൽ പങ്കെടുത്തിരുന്നു. യുദ്ധമൊക്കെ വിജയിച്ചിട്ട് സൈന്യം തിരിച്ച് മദീനയിലേക്ക് വരുമ്പം ഉമർ റളിയല്ലാഹു അൻഹു ഓടി മകൻ്റെ അടുക്കലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കൊച്ചാപ്പ, എൻ്റെ ഇക്കാക്ക എന്തു പറ്റി,
അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? വളരെ വിഷമത്തോടുകൂടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിൻ്റെ വാർത്ത ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുന്ന ആ വൈകാരിക രംഗം ചരിത്രത്തിൽ വിവരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇബ്നുൽ അസീർ റഹിമഹുല്ല അൽ കാമിൽ ഫി താരിഖ് എന്ന ഗ്രന്ഥത്തിൽ അത് വിവരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ വാർത്ത കേട്ട ഉടനെ ഭയങ്കര വൈകാരികമായി ദേഷ്യത്തോടുകൂടി ചൂടായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു. നമ്മളോട് ചോദിച്ചു, ഹലക്ത ഖബ്ല സെയ്ദ്, നിനക്ക് സെയ്ദിന് മുമ്പ് ഷഹാദത്ത് വരിച്ചൂടായിരുന്നോ? ഹലക സെയ്ദുൻ വഅൻത ഹൈ, മോനെ നീ ജീവിച്ചിരിക്കുകയും നിന്റെ കൊച്ചാപ്പ എൻ്റെ ഇക്കാക്ക ഷഹാദത്ത് വരിക്കുകയും ചെയ്തോ? എങ്ങനെ ഇത് സാധിച്ചു? നീയല്ലേ ഷഹാദത്ത് ചെയ്താണ്ടത്, എൻ്റെ ഇക്കാക്ക പോയല്ലേ എന്നൊക്കെ പറഞ്ഞ് വൈകാരികമായി ദേഷ്യത്തോടുകൂടി സംസാരിച്ചു എന്നാണ്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅലല്ലാഹ ഷഹാദത ഫഉതിയഹ, അങ്ങയുടെ സഹോദരൻ അങ്ങയുടെ ഇക്കാക്ക അള്ളാഹുവിനോട് ഷഹാദത്തിനെ ചോദിച്ചു, അള്ളാഹു അത് കൊടുത്തു. വജഹിത്തു അൻ തുസാഖ ഇലയ്യ ഫലം ഉഅതഹ, ഞാനും അതിനു വേണ്ടി ആഗ്രഹിച്ച് പരമാവധി അധ്വാനിച്ചു, പക്ഷെ അള്ളാഹ് എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറയുമായിരുന്നു, സബഖ്തനീ ഇലൽ ഹുസ്നയൈൻ, കാക്ക 2 കാര്യങ്ങളിൽ നിങ്ങൾ ഫസ്റ്റ് അടിച്ചു കേട്ടോ, 2 കാര്യങ്ങളിൽ നിങ്ങൾ എന്നെ തോപ്പിച്ചു കേട്ടോ. അസ്ലമ ഖബ്ലി, മുസ്ലിം ആയപ്പോൾ നിങ്ങൾ എന്നേക്കാൾ മുന്നേ മുസ്ലിമായി. വസ്തുഷിദ ഖബ്ലി, അതിനുശേഷം നമ്മൾ 2 പേരും ഭയങ്കര ആഗ്രഹത്തോടുകൂടി ഷഹാദത്തിന് ആഗ്രഹിച്ച് നടന്നിരുന്നു, പക്ഷേ അവിടെയും അങ്ങ് ഫസ്റ്റ് അടിച്ചു. സ്തുഷിദ ഖബ്ലി, എന്നേക്കാൾ മുമ്പ് അങ്ങ് ഷഹീദുമായി കേട്ടോ കാക്ക. 2 വിഷയത്തിൽ 2 നന്മയിൽ അങ്ങ് എന്നെ തോപ്പിച്ചു കളഞ്ഞു, ഫസ്റ്റ് അടിച്ചു എന്ന് അദ്ദേഹം പറയുമായിരുന്നു റളിയല്ലാഹു അൻഹു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഉഹദിൻ്റെ രണാങ്കണത്തിൻ്റെ സ്ഥലത്ത് അവിടെ ഈ പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ നബി തങ്ങൾ നോക്കിയപ്പം ഇടത് ഭാഗത്തൂടെ ശത്രുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരു ചെറിയ മലയുണ്ട്, ജബലുർ റുമാത്ത്. അതിൻ്റെ മുകളിൽ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ ഇബ്നു നുഅ്മാൻ അൽ അൻസാരി അൽ ഔസി അൽ ബദ്രി, ബദറിൽ പങ്കെടുത്ത ഔസ് ഗോത്രക്കാരനായ അൻസാരിയായ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 50ഓളം വരുന്ന സഹാബാക്കൾ അവിടെ നിർത്തി. ഈ 50 പേര് ചില്ലറക്കാരായിരുന്നില്ല. 50 പേര് യുദ്ധത്തിൽ ശക്തമായ പോരാട്ടം നടത്തിയിരുന്നവരായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു 3 പ്രാവശ്യം ശ്രമിച്ചിരുന്നു ഇതിലൂടെ വരാൻ വേണ്ടി. യുദ്ധം നടക്കുന്ന സമയത്ത് ആ 3 പ്രാവശ്യവും ഇവർ വിട്ടിരുന്നില്ല, ശക്തമായി ഇവർ പോരാട്ടം നടത്തിയിരുന്നു. അപ്പോൾ ചില്ലറക്കാരെയൊന്നല്ല, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കഴിവുള്ള അമ്പെയ്ത്തുകാരായ 50 പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മലയുടെ മുകളിൽ നിർത്തി. എന്നിട്ട് അവർക്ക് ശക്തമായ നിർദ്ദേശം നൽകി. എന്താ പറഞ്ഞത് റസൂലുള്ളാഹ്? ഇൻ റഅയ്തുമൂന ഖദ് ഗനിംന ഫലാ തുശാരികൂന, ഇൻ റഅയ്തുമൂന നുഖ്തൽ ഫലാ തൻസുറൂന, നമ്മൾ കൊല ചെയ്യപ്പെടുന്നതായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ സഹായിക്കാൻ ഇറങ്ങി വരരുത്. ഇനി അഥവാ ഞങ്ങൾ ഗനീമത്ത് സ്വത്ത്, അതായത് യുദ്ധത്തിൽ കിട്ടുന്ന മുതലുകൾ വാരിക്കൂട്ടുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ അപ്പം അതിനെ വാങ്ങിയെടുക്കാനും നിങ്ങൾ വരരുത്. വേറൊരു രൂപത്തിൽ കുറച്ചും കൂടി ശക്തിക്ക് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അഥവാ ഞങ്ങളെ പക്ഷികൾ കൊത്തിയെടുത്ത് പോകുന്ന കണ്ടാലും ഞാൻ ആളയക്കുന്നത് വരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് അനങ്ങരുത്. ഇനി ഞങ്ങൾ ശത്രുക്കളെ ചവിട്ടി മതച്ച് അവർക്കിടയിൽ വിജയം വരിച്ച് അവരെ പരാജയപ്പെടുത്തുന്ന കണ്ടാലും ഞാൻ അയക്കുന്നത് വരെ നിങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വരരുത്, ആ സ്ഥലത്ത് നിന്ന് തെറ്റരുത് എന്ന് ശക്തമായ നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്ക് കൊടുത്തു. ആ ഒരു നിർദ്ദേശം, അതിൽ നിന്ന് നമുക്ക് നബിതങ്ങളുടെ കഴിവ് മനസ്സിലാകുന്നുണ്ട് അല്ലേ? ആ ഒറ്റ നിർദ്ദേശത്തിൽ ചെറിയ അനുസരണക്കേട് വന്നപ്പോഴാണ് ഇത്രയും വലിയ പരീക്ഷണം സഹാബാക്കൾക്ക് ഉണ്ടായത്. അപ്പോൾ നബിതങ്ങൾ അത് മുൻകൂട്ടി കണ്ടിരുന്നു, അതുകൊണ്ടാണ് കർശനമായിട്ട് നിർദ്ദേശങ്ങൾ നൽകി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ അമ്പെയ്ത്തുകാരായ 50 പേരെക്കുറിച്ച് നമുക്ക് ഒരു മോശം ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവരുത്. അവർക്ക് മാർക്കിടാൻ നമ്മൾ പോകരുത്. കാരണം എന്താ? അവർ മനുഷ്യരായ അവർക്കൊരു തെറ്റ് സംഭവിച്ചു, അത് അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞു. അതിനുശേഷം അവർ തൗബ ചെയ്തു, ആ തൗബ സ്വീകരിച്ചു എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലഖദ് അഫല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൊട്ട് മാപ്പാക്കിയെന്ന് ആരാ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പാപം ചെയ്തവരല്ലേ? പാപം ചെയ്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അത് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട വിഷയമാണ്. അഥവാ ഇനി തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ തൗബ സ്വീകരിച്ചു എന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും അള്ളാഹു ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞ സഹാബാക്കൾക്ക് പോയി മാർക്കിടാൻ വേണ്ടി നിൽക്കരുത്. സംഭവങ്ങൾ നമുക്ക് എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ ആ പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നല്ലാതെ സഹാബാക്കളെക്കുറിച്ച് ബഹുമാനക്കേടുണ്ടാക്കുന്ന അദബുകേടുണ്ടാക്കുന്ന ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ നമ്മൾ വെച്ച് പുലർത്തരുത്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ യുദ്ധത്തിന് മുന്നോടിയായിട്ട് യുദ്ധം തുടങ്ങാൻ പോവാ. യുദ്ധത്തിന് മുന്നോടിയായിട്ട് സൈന്യത്തെ ഒന്നും കൂടി റസൂലുള്ളാഹി ക്രമീകരിച്ചു. നമ്മൾ പറഞ്ഞു കൊടിയുടെ കളർ എന്തായിരുന്നു? കറുപ്പായിരുന്നു. പിന്നെ മുഹാജിരികളുടെ കൊടി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുനായിരുന്നു. അൻസാറുകളുടെ കൊടി ഒന്ന് ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹുനും ഉസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു അൻഹുനായിരുന്നു അൻസാറുകളുടെ കൊടി. ഇവിടെ എത്തിയതിനു ശേഷം റസൂലുള്ളാഹി സൈന്യത്തെ ഒന്നുകൂടി ക്രമീകരിച്ചു. എന്നിട്ട്
സൈന്യത്തിൻ്റെ വലത് ഭാഗത്ത് അൽ മുൻദിർ ഇബ്നു അംർ എന്ന് പറഞ്ഞ സഹാബി ഏൽപ്പിച്ചു റളിയല്ലാഹു അൻഹു. നമ്മൾ കേട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തെ? കേട്ടിട്ടില്ല. ഉഹദ് പോലെയുള്ള ഒരു രണാങ്കണത്തിൽ റസൂലുള്ള സൈന്യത്തിൻ്റെ വലത് വിങ്ങിനെ, റൈറ്റ് വിങ്ങിനെ ഏൽപ്പിക്കാൻ ഈ സഹാബിയെ തിരഞ്ഞെടുത്തെങ്കിൽ അയാൾ ചില്ലറക്കാരനൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അന്വേഷിച്ചു പോയപ്പം ചരിത്രത്തിൽ അൽ മുഅനിഖുലിൽ മൗത്ത് എന്നറിയപ്പെടുന്ന സഹാബിയാണ്. മരണത്തെ വാരിപ്പുണരുന്നവൻ, മരണത്തെ കെട്ടിപ്പിടിക്കുന്നവൻ എന്നറിയപ്പെടുന്ന ധീരനായ സഹാബാക്കളുടെ കൂട്ടത്തിൽ തന്നെ എണ്ണം പറഞ്ഞ ശക്തനായ ഒരു പോരാളിയായിരുന്നു ആര്? അൽ മുൻദിർ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. പിന്നീട് നടക്കുന്ന ഹിജ്റ 2-3 വർഷം കൂടി കഴിഞ്ഞ ശേഷം നടക്കുന്ന ബിർ മഊന എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ധീരമായി പോരാടിയതിനു ശേഷം അദ്ദേഹം ഷഹാദത്ത് വരിക്കുന്നുണ്ട്, മരണത്തെ വാരിപ്പുണരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പൊക്കിയിട്ട് കുറേ പറയുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് പറയാം. അപ്പോൾ ആ സഹാബിയായിരുന്നു വലത് വിങ്ങിലുണ്ടായിരുന്നത്. ഇടത് വിങ്ങിൽ ആരുടെ നേതൃത്വമായിരുന്നു? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു ഇടത് ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഇവിടെ ആരാണുള്ളത്? മുൻദിർ ഇബ്നു അംർ. ഇവിടെ ആരാണുള്ളത്? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ഉണ്ട് ഇപ്പുറത്ത്. ഓക്കെ, ഇനി ശത്രുക്കൾ അവരുടെ സൈന്യത്തെ ക്രമീകരിച്ചപ്പം അവരുടെ വലത് ഭാഗത്ത് ഉണ്ടായിരുന്നത്, അവരുടെ വലത് ഭാഗത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പം നിങ്ങളുടെ വലത് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണല്ലോ. ഈ ഭാഗത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു, ഈ ഭാഗത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു ഉണ്ടായത്. അപ്പോൾ മുസ്ലിമീങ്ങളുടെ മുൻദിർ ഇബ്നു അംറും സുബൈറുൽ അവ്വാമും, അവരുടേതോ ഖാലിദ് റളിയല്ലാഹു അൻഹു ഇക്രിമ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള പടയാളികളെ നേരിടാൻ വേണ്ടി റസൂലുള്ളാഹി ആരെയാണ് തയ്യാറാക്കിയത്? ഇവിടെ ആരാളുടെ ഇപ്പോൾ? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അപ്പോൾ ഏകദേശം സൈന്യത്തിലൊരു ചിത്രം കിട്ടിയിട്ടില്ലേ? ഇനി നമ്മൾ ആലോചിക്കുക, സുബൈർ റളിയല്ലാഹു അൻഹുവിന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ കീഴ്പ്പെടുത്താനും മാത്രം, പോരാടി നിൽക്കാനും മാത്രം തുല്യരാണോ? ഒരു പറ്റിയ ഒപ്പോണൻ്റ് ആണോ? പറ്റിയ സമമായ ഒരു എതിരാളിയാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആണോ? അതിനാദ്യം എന്ത് ചെയ്യണം? സുബൈർ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. കാരണം എന്താ? ഖാലിദ് റളിയല്ലാഹുവിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഖാലിദ് റളിയല്ലാഹുവിനെ നേരിടാൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മാത്രം കഴിവ് അദ്ദേഹത്തിനുണ്ടോ? ഒരു ചരിത്രം നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് ബദറിൽ. ഏതായിരുന്നു ആ ചരിത്രം? ബദറിൽ ശത്രുക്കളുടെ കൂട്ടത്തിൽ കണ്ണ് മാത്രം പുറത്ത് കാണുന്ന തരത്തിൽ ബാക്കിയൊക്കെ ഇരുമ്പ് കൊണ്ട് മൂടിയ ഒരു പോരാളി ഉണ്ടായിരുന്നു. അയാൾ ആർക്കും കൊല്ലാൻ കഴിയുന്നില്ല. ലാസ്റ്റ് ആരാ കൊന്നത്? സുബൈർ റളിയല്ലാഹു അൻഹു ഒരു പിച്ചാത്തി പോലത്തെ ഒരു സാധനം എടുത്ത് ഒരൊറ്റ ഏറ്, നമ്മൾ പറഞ്ഞു പോയതാണ്, നേരെ ആ ഒറ്റ ഓൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഓൾസിലൂടെ അകത്ത് കയറി അയാൾ മരിച്ചു വീണു. പിന്നീട് ആ കത്തി പുറത്തെടുക്കുമ്പോഴത്തേക്ക് മുഖത്തിൻ്റെ പല ഭാഗവും പറഞ്ഞു വന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എന്നാലും ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ നേരിടാനും മാത്രം ശക്തനാണോ, സമമാണോ സുബൈർ റളിയല്ലാഹു അൻഹു? ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇന്ന് തന്നെ പറ്റിയെങ്കിൽ കണ്ടറിയാം സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴിവ്. ഏതായാലും അങ്ങനെ ശത്രുക്കൾ അങ്ങനെയാണ് സൈന്യത്തെ ക്രമീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിലാണ് സൈന്യത്തെ ക്രമീകരിച്ചത്. അങ്ങനെ സൈന്യത്തെല്ലാം ക്രമീകരിച്ച് പോരാട്ടം തുടങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ സഹാബാക്കളെ ആവേശം കയറ്റാൻ വേണ്ടി, ഈ സംഭവം ആർക്കും മിസ്സാവല്ലേ, ആരും ഉറങ്ങിപ്പോരുത്, വളരെ രസകരമായ ഒരു സംഭവം. ഈ മുസ്ലിമീങ്ങളുടെ സഹാബാക്കളുടെ പോരാളികളുടെ മനസ്സിൽ ആവേശം കൂട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പണി ചെയ്തു. എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാളിങ്ങനെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഇപ്രകാരം ഒച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, മൻ യഖുദു മിന്നി ഹാദാ എന്ന് ചോദിച്ചു. ആരാണ് എന്നിൽ നിന്ന് ഇത് എടുത്തിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറെന്ന് റസൂലുള്ളാഹി ചോദിച്ചു, ആവേശമാക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഫബസതു ഐദിയഹും കുല്ലു ഇൻസാനിൻ മിൻഹും യഖൂൽ അന എല്ലാവരും കൈ നീട്ടിയിട്ട് പറഞ്ഞു, നബിയേ ഞാൻ. ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അലി റളിയല്ലാഹു അൻഹു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി ആർക്കും കൊടുത്തില്ല. അതിനുശേഷം നബി തങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചു, ഫമൻ യഖുദുഹു ബിഹഖിഹി, ഇതിൻ്റെ ഹക്ക് ബാധ്യതകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇതിനെടുക്കാൻ ആരാ തയ്യാറെന്ന് ചോദിച്ചു. ഫഅഹ്ജമൽ ഖൗം, എല്ലാവരും ഉണ്ടാതിരുന്നു, ആരും ഒരു ഉത്തരവില്ല. അപ്പം സൈന്യം ഇങ്ങനെ മുഖാമുഖം നിൽക്കുകയാണ്. റസൂലുള്ളാഹി സൈന്യത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു വാള് കാണിച്ചിട്ട്, ആ രംഗം മനസ്സിൽ വരണേ, ഒരു വാള് കാണിച്ചിട്ട് ചോദിക്കണം ആരാണ് പിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാധ്യത പൂർത്തീകരിച്ചെടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും നിശബ്ദരായി. പെട്ടെന്നുണ്ട് സൈന്യത്തിൻ്റെ നടുക്ക് നിന്നൊരു ശബ്ദവും, ഫമാ ഹഖ്ഖുഹു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ അങ്ങ് അതിൻ്റെ ബാധ്യത കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? സിമ്പിൾ, അൻ തദ്രിബ ബിഹിൽ അദുവ ഹത്താ യൻഹനിയ, ഈ വാളുകൊണ്ട് നീ നിന്റെ ശത്രുവിനെ വെട്ടണം, അവൻ മറിഞ്ഞു വീഴണം, അത്രേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഹക്ക്. ആ ഹക്കോടുകൂടി പിന്തിരിഞ്ഞോടാൻ പാടില്ല, ശത്രുവിൻ്റെ മുന്നിൽ തളരാൻ പാടില്ല, പരാജയപ്പെടാൻ പാടില്ല, അവനെ വെട്ടി കൊല ചെയ്യാൻ ആ ഹക്കോടുകൂടി പൂർത്തീകരിച്ച് ഈ വാള് സ്വീകരിക്കാൻ ആര് തയ്യാറെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആൾ കൈവക്കിയിട്ട് പറഞ്ഞു, അന ആഖുദുഹു ബിഹഖിഹി യാ റസൂലല്ലാഹ്. ബാക്കി എല്ലാവരും മിണ്ടാതിരുന്നിടത്തുനിന്ന് ഈ സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ ഞാൻ സ്വീകരിച്ചോളാം, ഞാൻ എടുത്തോളാം. ആരായിരുന്നു ആ സഹാബി? ആരായിരുന്നു സഹാബി? ഞാൻ പറഞ്ഞ
അബൂ ദുജാന സിമാക്ക് ബിൻ ഖറശ റളിയല്ലാഹു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരാളെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത്രയും പ്രധാനപ്പെട്ട സഹാബിയുടെ പേര് നമുക്കറിയില്ല. അബൂ ദുജാന, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സിമാക്ക് ബിൻ ഖറശ റളിയല്ലാഹു അൻഹു എന്നാണ്. പക്ഷേ നിങ്ങൾ അബൂ ദുജാന എന്നുള്ള പേരെങ്കിലും ഓർമ്മ വെക്കണം. അബൂ ദുജാന റളിയല്ലാഹു അൻഹു. അബൂ ദുജാന റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. അദ്ദേഹം വാങ്ങിച്ചു ഈ വാള്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. ചരിത്രം പറയുന്നു, വകാന റജുലൻ ഷുജാഅൻ, ഭയങ്കര ഷുജാഇയായിരുന്നു, ഭയങ്കര ധൈര്യവാനായിരുന്നു, ധീരനായിരുന്നു, ഭയങ്കര പോരാളികളായിരുന്നു. അൻസാറുകളുടെ കൂട്ടത്തിൽ, മദീനക്കാരായ സഹാബാക്കളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ധീര പോരാളിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഖ്താലു ഇൻദൽ ഹർബ്, യുദ്ധത്തിന് ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടാൻ വേണ്ടി സഫായിട്ട് നിന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതര നടത്തുണ്ടായിരുന്നു. മസിലൊക്കെ ഇങ്ങനെ പിരിപ്പിച്ച് പവർ കാണിച്ചിട്ട് ശത്രുക്കളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടത്തം സഫിൻ്റെ ഫ്രണ്ടിൽ കയറി ഇദ്ദേഹം നടക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് വാള് വാങ്ങിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ നടക്കാൻ യതബഖ്തറു, ഇങ്ങനെ നടക്കാൻ തുടങ്ങി. സഫിൻ്റെ മുമ്പിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി, ഇങ്ങനെ എല്ലാവരും പേടിപ്പിച്ചുകൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ട് ആവേശകരമായിട്ട് പറഞ്ഞു, ഇന്നഹാ ലമിശ്യത്തുൻ യുബഗിദുഹാ അല്ലാഹു ഇല്ലാ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ. അള്ളാഹുവാണ്, ഇതൊരു നടത്തമാണ്, ഒരു പ്രത്യേകതരം നടത്തമാണ്. ഈ സ്ഥലത്തല്ലാത്ത ബാക്കി ഏത് സ്ഥലത്താണെങ്കിലും ഇത് ഹറാമാണ്, അള്ളാഹുവിന് ദേഷ്യം പിടിക്കുന്ന നടത്തമാണ്. പക്ഷേ ഈ സ്ഥലത്ത് മാത്രം അനുവാദമുള്ള, ഈ സ്ഥലത്ത് മാത്രം അനുവദനീയമായ, അള്ളാഹുവിന് ഇഷ്ടമുള്ള, ശത്രുക്കളെ പേടിപ്പിക്കുന്ന വല്ലാത്തൊരു നടത്തം കേട്ടോ അബൂ ദുജാനയുടെ നടത്തമെന്ന് റസൂലുള്ള ആവേശം കൊണ്ട് പറഞ്ഞു. അപ്പോൾ അബൂ ദുജാന ഇങ്ങനെ നടന്നു. പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്ക് അത് പറഞ്ഞു തരുന്നത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരിക, എൻ്റെ മനസ്സിൽ ഭയങ്കര വെറുപ്പ് പിടിച്ച്. കാരണം ഞാൻ നബി തങ്ങളുടെ കൊച്ചുമ്മ സഫിയ ബീവിയുടെ മകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത തോഴനാണ്. ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഞാൻ പോലും വാള് ചോദിച്ചിട്ട് നബി തങ്ങൾ എനിക്ക് പോലും വാള് തന്നില്ല. പിന്നെ ആർക്കാ വാള് കൊടുത്തേ? ഈ അബൂ ദുജാനക്കാ വാള് കൊടുത്തത്. അതുകൊണ്ട് വല്ലാഹി ല അൻദുറന്ന മാ യസ്ന, അബൂ ദുജാന ഈ വാളും കൊണ്ട് ഇന്ന് എന്താ ചെയ്യാൻ പോവാന്ന് എനിക്കൊന്ന് നേരിട്ട് കാണണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ട് ഫത്തബഅതുഹു, ഞാൻ അബൂ ദുജാനൻ്റെ ബാക്കിലേ പോയി. അപ്പോൾ നോക്കുമ്പോണ്ട് ഫഅഖ്റജ ഇസാബത്തൻ ലഹു ഹംറാ, അബൂ ദുജാന അങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകം ചോപ്പ് നിറത്തിലുള്ള ഒരു തലപ്പാവുണ്ട്, ആ തലപ്പാവ് എടുത്ത് കെട്ടി. ഫാസബ ബിഹാർ, ആ തലപ്പാവ് കെട്ടി. ഫഖാലത്തിൽ അൻസാർ, അപ്പോൾ അൻസാറുകൾ മുഴുവൻ പറഞ്ഞു, അഖ്റജ അബൂ ദുജാന അസാബത്തൽ മൗത്ത്. അദ്ധം മോനെ, അബൂ ദുജാന മരണത്തിൻ്റെ തലപ്പാവ് എടുത്ത് കെട്ടി. ഇനി ഒന്നും പറയാനില്ല. കാരണം അബൂ ദുജാനക്കൊരു പ്രത്യേക തലപ്പാവ് ഉണ്ടായിരുന്നു, ചുവപ്പ് തലപ്പ. അത് കെട്ടിയാൽ അൻസാറുകൾ പറയായിരുന്നു ഇനി മരണം അല്ലെങ്കിൽ വിജയം, രണ്ടിലൊന്നാണ്. അതല്ലാതെ ആ തലപ്പാവ് കെട്ടിയാൽ പിന്നെ അദ്ദേഹം ഒന്നെങ്കിൽ മരിക്കും അല്ലെങ്കിൽ വിജയം വരിച്ചിട്ട് തിരിച്ചു വരും. ഇത്രയും നാൾ മരിച്ചിട്ടില്ല. അപ്പം ആ തലപ്പാവ് കെട്ടിയ ദിവസത്തിലൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹാബാക്കൾക്കിടയിൽ, അൻസാറുകൾക്കിടയിൽ ആ ചുവന്ന തലപ്പാവ് അറിയപ്പെട്ടിരുന്നത് ഇസാബത്തുൽ മൗത്ത് എന്ന, മരണത്തിൻ്റെ തലപ്പാവുന്ന. അപ്പോൾ അദ്ദേഹം ഞാൻ വേറെല്ലാവരും പറയാം, അദ്ദേഹം ആ തലപ്പാവ് എടുത്ത് അതിങ്ങനെ കെട്ടി, എന്നിട്ട് ഇങ്ങനെ ശത്രുക്കളുടെ മുന്നിലേക്ക് മറ്റേ പറഞ്ഞ മസിൽ വിരിച്ച നടത്തവും നടന്നിട്ട് ഒരു പാട്ടും അങ്ങോട്ട് പാടുക. അനല്ലദീ ആഹദനി ഖലീലി ونحن بالسفح لدى النخيل ألا أقوم الدهر في الكيول أضرب بسيف الله والرسول صلى الله عليه وسلم. എന്താ പാട്ട്? അനല്ലദീ ആഹദനി ഖലീലി വനഹ്നു ബിസ്സഫ്ഹി ലദൻ നഖീലി അല്ലാ അഖൂമ الدهر في الكيول أضرب بسيف الله والرسول. ആരെങ്കിലും ആലോചിച്ച് നോക്കിയേ, ഉഹദിൽ പോയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറ്റുമെങ്കിൽ അവിടെ നിന്നിട്ട് ഈ കഥകളൊക്കെ ഒന്ന് സ്മരിക്കണം. എല്ലാം ഒന്ന് കണ്ണുപൂട്ടിയിട്ട് പഴയ കാലത്തേക്കൊന്ന് പോകണം. ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അബൂ ദുജാന പ്രത്യേക നടത്തം നടക്കുന്നു. തലയിൽ അവരെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തലപ്പാവ് കെട്ടിയിട്ടുണ്ട്. അവരെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള പദ്യങ്ങളൊക്കെ പാടിയിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ സുബൈർ റളിയല്ലാഹു പറയാം, ഞാൻ നോക്കി, ഫജഅല ലാ യൽഖ അഹദൻ ഇല്ലാ ഖതല. അതിനുശേഷം അദ്ദേഹം ആരെയൊക്കെ കണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വാക്ക് പൂർത്തീകരിച്ചുകൊണ്ട് അവരെയൊക്കെ അദ്ദേഹം കൊന്നു കളഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പം മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര നാശം വരുത്തുന്നു എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾ പരിക്ക് പറ്റി കിടക്കുന്നവരൊക്കെ തേടി പിടിച്ചിട്ട് അവരെ കൊന്നു കളയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആരുടെ കൂട്ടത്തിൽ? മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ദുആ ചെയ്ത്, അല്ലാഹുവേ ഈ ശക്തനായ മനുഷ്യനെയും അബൂ ദുജാനയും തമ്മിൽ നീ കണ്ടുമുട്ടിക്കണേ, അയാളെ കൂടി അബൂ ദുജാന കൊല്ലാൻ വേണ്ടി ഞാൻ അങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞ പാട് രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ചു വരുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി. ഈ മുശ്രിക്കായ മനുഷ്യൻ അബൂ ദുജാനക്ക് നേരെ വാള് വീശി ഓങ്ങി വെട്ടി. പക്ഷെ അബൂ ദുജാന തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം തോലുകൊണ്ടുള്ള പരിച കൊണ്ട് ആ വെട്ടിനെ തടുക്കുകയും ആ വാളിങ്ങനെ പിടിച്ച് തിരിച്ച് താഴെ ഇടുകയും ചെയ്തു. എന്നിട്ട് ആ മനുഷ്യനെയും അബൂ ദുജാന കൊന്നു. എന്നിട്ട് സുബൈർ റളിയല്ലാഹു അൻഹു പറയാം, സുമ്മ റഅയ്തുഹു, പിന്നീട് ഞാൻ കണ്ടു,
അന്ന് ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കളെ ആവേശം കൊള്ളിച്ച് മുസ്ലിമീങ്ങൾക്കെതിരെ നാശനഷ്ടങ്ങൾ ഒരുപാട് വരുത്തി തീർക്കാൻ വേണ്ടി പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ പോരാട്ടത്തിൻ്റെ നടുവിൽ കളിച്ചുകൊണ്ടിരുന്ന ഹിന്ദ് ബിൻതു ഉത്ബ, അബൂ സുഫിയാൻ്റെ ഭാര്യ. ഹിന്ദിൻ്റെ തലക്ക് മീതെ അബൂ ദുജാന വാളിങ്ങനെ പൊക്കി കൊല്ലാൻ വേണ്ടി പോകുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് സുമ്മ അദ്ദല സൈഫ് അൻഹ, ആ വാളിനെ അങ്ങ് മാറ്റിയിട്ട് അദ്ദേഹം കൊല്ലാതെ തിരിച്ചുപോയി. അപ്പം ഹിന്ദു എന്ന് പറഞ്ഞാൽ അത്രയും ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയം, ഒരുപാട് നാശനഷ്ടങ്ങൾ മുസ്ലിമീങ്ങൾക്ക് വരും. പിന്തിരിഞ്ഞോടുന്ന ആളുകളൊക്കെ ഇവൾ പാട്ട് പാടിയിട്ട് മുൻപന്തിയിലേക്ക് നയിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഹിന്ദിനെ കൊല്ലാനുള്ള അവസരം കിട്ടിയിട്ട് അബൂ ദുജാനെ കൊന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി. പക്ഷേ ഫഖുൽതു അല്ലാഹു റസൂലുഹു അലം, എന്തുകൊണ്ടാണ് കൊല്ലാത്തത്? സുബൈർ റളിയല്ലാഹു അൻഹു റിവായത്ത് അവസാനിപ്പിച്ചു, അല്ലാഹു റസൂലുഹു അലം, എന്തുകൊണ്ടാണ് കൊല്ലാത്തതെന്ന് എനിക്കറിഞ്ഞില്ല. ഇത്രയും നല്ല അവസരം കിട്ടി എല്ലാവരെയും കൊന്നിട്ട് ഹിന്ദിനെ എന്തുകൊണ്ട് കൊന്നില്ല? എന്താ ചെയ്യുക? ഇപ്പോൾ നമുക്ക് കാരണം അറിയണ്ടേ അല്ലേ? എന്തുകൊണ്ടാണ് ഹിന്ദിനെ കൊല്ലാത്തതെന്ന്? അബൂ ദുജാന ആ വാള് കിട്ടിയിട്ട് കൊല്ലാൻ വേണ്ടി അവസരം കിട്ടിയിട്ട് അതിനെന്ത് ചെയ്യണം? നേരെ ഇബ്നു ഇസ്ഹാഖ് റഹിമുള്ളയുടെ അടുക്കിലേക്ക് പോകണം. അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഒരു റിവായത്ത് കാണാം, ഖാല അബൂ ദുജാന റളിയല്ലാഹു അൻഹു നേരിട്ട് പറഞ്ഞു തരാം നമുക്ക്. റഅയ്തു ഇൻസാനൻ യഹ്മസുന്നാസ ഖംശൻ ശദീദ, ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങളെ ഭയങ്കരമായിട്ട് ഇളക്കി വിടുന്ന ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ പിന്നെ അയാളാണ് ബാക്കിയുള്ള എല്ലാവരെയും ഇളക്കി വിടുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ വാളും എടുത്തു പോയി. ഫലമ്മ ഹമൽതു അലൈഹി സൈഫ്, ഞാനങ്ങനെ കൊല്ലാൻ വേണ്ടി വാൾ ഉയർത്തി വെട്ടാൻ പോകുമ്പോൾ വൽവല, ബേജാറായിട്ട് വെപ്രാളത്തിൽ ആ മനുഷ്യൻ ഒച്ച വെച്ചു. ഫഇദാ ഇംറഅത്തുൻ, അപ്പോഴതാ അതൊരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ ഫഅക്രംതു സൈഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അദ്രിബ ബിഹി ഇംറ, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സ്ത്രീയെ കൊല്ലും? എൻ്റെ റസൂലിൻ്റെ വാളല്ലേ, ഞാനതിനെ ബഹുമാനിക്കണ്ടേ? ആ ബഹുമാനത്തിൻ്റെ പേരിൽ ഞാൻ പെട്ടെന്ന് ആ വാളിനെ വെട്ടാതെ മാറ്റിയെന്ന്. സുബ്ഹാനല്ലാഹ്. എനിക്ക് പേടിയായിട്ടല്ല, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തന്ന വാള്, അതിൻ്റെ ആ ബഹുമാനത്തോടുകൂടി കാത്തു സൂക്ഷിക്കാൻ, അതുകൊണ്ടൊരു പെണ്ണിൻ്റെ തലയിറക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഐ കറാമല്ലി സൈഫ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സൈഫിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ അതിനെ മാറ്റിയെന്ന്. ആരുടെ? സഹാബിയുടെ പേരെന്താ? സിമാക് ബിൻ ഖർഷ അബൂ ദുജാന റളിയല്ലാഹു അൻഹു. ഇദ്ദേഹവും ഷഹീദാകുന്നത് ഈ യുദ്ധത്തിലൊന്നും അദ്ദേഹം ഷഹീദായില്ല. ഇസ്ലാമിന് വേണ്ടി പോരാടി അവസാനം മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകൻ മുസൈലിമയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ, യമാമ യുദ്ധം എന്ന് അതിന് പറയാം. എന്താ യുദ്ധം? യമാമ. ഖാലിദുൽ വലീദായിരുന്നു നേതാവ് റളിയല്ലാഹു അൻഹു. യമാമ യുദ്ധത്തിലാണ് ഇദ്ദേഹവും ഷഹീദാകുന്നത്. എങ്ങനെയാണ് ഷഹീദായെന്നറിയോ? യമാമ യുദ്ധത്തിൽ ആദ്യം ശക്തമായ പോരാട്ടം നടന്നു, മുസ്ലിമീങ്ങൾക്ക് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. പിന്നീട് തിരിച്ചടിച്ചപ്പോൾ മുസൈലിമയും സംഘവും പേടിച്ചിട്ട് അവരുടെ കോട്ടക്കുഴത്ത് കയറിയിട്ട് വാതിലടച്ചു നിന്നു. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു സംഘവും പുറത്തു വന്നിരിക്കുക, കോട്ടക്കകത്തേക്ക് കയറാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു നമ്മൾ തേറ്റാന്നൊക്കെ പറയൂലേ, ഇങ്ങനെ കല്ല് വെച്ച് ഇങ്ങനെ അടിക്കുന്ന അതുപോലുള്ള ഒരു സാധനം ഇവർ മരം കൊണ്ട് ഉണ്ടാക്കി. എന്നിട്ട് കുറച്ച് സഹാബാക്കൾ ഇങ്ങനെ അതിനകത്ത് വെച്ചിട്ട് പിടിച്ചു വലിച്ചിട്ട് കോട്ടയുടെ ഉള്ളിലേക്ക്, മതിലിൻ്റെ മുകളിലോട്ട് കോട്ടയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞു. അങ്ങനെ ഒരു 5-6 ബറാ ഇബ്നു മാലിക്കിനെ പോലെ 5-6 സഹാബാക്കൾ കോട്ടയുടെ അകത്ത് കയറി അവിടെയുള്ള ഭടന്മാരെയൊക്കെ കൊന്ന് ധീരമായി പോരാടിയിട്ട് അവർ വന്നിട്ട് വാതിലുകളുടെ അടുക്കൽ വന്ന് വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെയാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു സംഘവും അകത്ത് കയറുന്നത്. ഇങ്ങനെ സ്വന്തം ശരീരത്തെ കോട്ടയുടെ അകത്തേക്ക് വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബിയായിരുന്നു ആര്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു. ആ പാവം പക്ഷെ കോട്ടയ്ക്ക് അകത്ത് പോയി വീഴുമ്പോൾ കാല് കുത്തിയായിരുന്നു വേണം, കാലൊടിഞ്ഞു. പക്ഷെ ഒടിഞ്ഞ കാലുമായി ആ മനുഷ്യൻ ധീരമായി പോരാടി വാതിൽ തുറന്നു കൊടുത്തു, മുസ്ലിമീങ്ങൾ അകത്ത് കയറ്റി. എന്ന് മാത്രമല്ല, അവസാനം വഹ്ശി റളിയല്ലാഹു അൻഹു ഈ കള്ളപ്രവാചകൻ മുസൈലിമയെ കൊല്ലുന്ന സമയത്ത് അവൻ്റെ ജീവൻ അവസാനം അറുതി വരുത്തുമ്പം ഈ അബൂ ദുജാനയും കൂടെ ഉണ്ടായത്. അബൂ ദുജാനയും കൂടി ഒരു വെട്ടിയിരുന്നു. അങ്ങനെയാണ് മുസൈലിമ കൊല ചെയ്യപ്പെടുന്നത്, ലഅനത്തുല്ലാഹി അലൈഹി. അതിനുശേഷമാണ് പൊട്ടിയ കാലുമായി അവസാന ശ്വാസം വരെ യുദ്ധം ചെയ്ത് നമ്മളൊന്ന് കാല് പടം പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? പിന്നെ പള്ളിയിലില്ല, ഷോപ്പിൽ പോകില്ല, എന്താ പറ്റിയ? കാല് പടം പറഞ്ഞു തന്നെ പൊട്ടിയ കാലമായി, ഒടിഞ്ഞ കാലമായി ആ പാവം യുദ്ധം ചെയ്ത് അവസാനം ആ രണാങ്കണത്തിൽ അദ്ദേഹം ഷഹീദായി. പേര് ഇനി മറക്കരുത്. എന്താ പേര്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു. പിന്നെ അതിനുശേഷം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും ആവേശം കയറ്റി. അപ്പോൾ അബൂ സുഫിയാൻ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അബൂ സുഫിയാൻ്റെ കൂട്ടത്തിൽ 3000 പേരുണ്ട്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ വെറും 700 പേര് മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിലും അബൂ സുഫിയാന് ഭയങ്കര പേടി. അപ്പോൾ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ശത്രുക്കൾക്കും ഇന്നത്തെ ശത്രുക്കൾക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഒരാൾക്കും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത്. മുസ്ലിമീങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ ഒറ്റ വഴി എന്തേ ഉള്ളൂ?
അവർക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാക്കുക. അത് അന്നത്തെ ശത്രുക്കൾക്കും നന്നായി അറിയാം, ഇന്നത്തെ ശത്രുക്കൾക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും അതിൽ അബൂ സുഫിയാന് വിശ്വാസമില്ലായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ എണ്ണം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും, അബൂ സുഫിയാന് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി 2 ശ്രമങ്ങൾ അവർ നടത്തി. ഒന്നാമത് അബൂ സുഫിയാൻ തന്നെ നേരിട്ടുള്ള ശ്രമം. അദ്ദേഹം ഒരാളെ അയച്ചിട്ട് അൻസാരികളോട് പറഞ്ഞു, ഹല്ലു ബൈനന ഒബൈന ഇബ്നെ അമ്മിന, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരൻ, ഞങ്ങളുടെ കൊച്ചാപ്പയുടെ മകൻ റസൂലിനെയും, അത് ഞങ്ങളുടെ ഇടയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ ഇടയിലുള്ള കുടുംബ വിഷയമല്ലേ, അതിങ്ങ് വിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ മദീനക്കാരെന്തിനാ വെറുതെ രക്തം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മദീനക്കാരോട് സ്നേഹം കാണിക്കുന്നത് പോലെ അവരെ പിടിച്ചു വലിക്കാനുള്ള ചെറിയൊരു ശ്രമം ആദ്യം നടത്തി. പക്ഷേ നല്ല ചീത്ത പറഞ്ഞ് സഹാബാക്കൾ, അൻസാരികളാണല്ലോ, നബിതങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നടക്കുന്നവരാണല്ലോ, അവർ നല്ല ചീത്ത പറഞ്ഞ് അബൂ സുഫിയാനെ തിരിച്ചയച്ചു. രണ്ടാമത്തെ ശ്രമം, അബു ആമിർ അർ-റാഹിബ് എന്ന് പറഞ്ഞ ഒരാൾ മദീനത്തുണ്ടായിരുന്നു പണ്ടേ. റാഹിബ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ, ഭയങ്കര ഇബാദത്ത് ചെയ്യുന്ന ആൾ, സൂഫി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇയാളുടെ പ്രത്യേകത, നബിതങ്ങൾ മദീനത്ത് വരുന്നതിന് മുമ്പ് അന്നത്തെ ഉണ്ടായിരുന്ന മതം അനുസരിച്ച്, അന്നത്തെ രീതി അനുസരിച്ച് ഭയങ്കര ഇബാദത്ത് ചെയ്യുന്ന സൂഫിയായ വലിയൊരു മനുഷ്യനായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി വന്നപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ അയാളുടെ മനസ്സിലുള്ള അഹങ്കാരവും ഹുങ്കും അനുവദിച്ചില്ല. അങ്ങനെ അയാൾ നബിതങ്ങളോട് ശത്രുത ശക്തമായി പ്രകടിപ്പിക്കുകയും മക്കത്തേക്ക് നാട് വിട്ടു പോവുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി അന്ന് മുതൽ അബൂ ആമിർ അർ-റാഹിബ് എന്ന പേര് മാറ്റിയിട്ട് അബൂ ആമിർ അൽ ഫാസിഖ് എന്ന അയാൾ വിളിച്ചു. മോശപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്ന അബൂ ആമിർ അൽ ഫാസിഖ് എന്ന് വിളിച്ചു. അയാൾ ബദർ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങളുടെ അപ്പുറം വന്നിരുന്നില്ല. ശുഹദ് യുദ്ധത്തിൽ അയാൾ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ യുദ്ധം ഇങ്ങനെ തുടങ്ങാൻ പോകുമ്പോൾ ഇയാൾ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട്, അബൂ സുഫിയാൻ തുടങ്ങല്ല അവിടേക്ക്, ഇക്രിമ, ഖാലിദ്, ആരും ഒന്നും എടുക്കല്ലേ, ആരും അമ്പയ്യല്ലേ, ഞാനിപ്പം പോവാം. അയാൾ ഔസിൻ്റെ നേതാവാണ്, ഔസ് ഗോത്രത്തിൻ്റെ നേതാവാണ്. എൻ്റെ ജനതയാണ് അവിടെ വന്ന് നിൽക്കുന്നത്, ഞാനിപ്പോൾ അങ്ങോട്ട് പോവും, അവരെ വിളിക്കും, അവരെല്ലാവരും എൻ്റെ കൂട്ടത്തിൽ വരും, ഇൻഷാ അല്ലാഹ് ഒരു യുദ്ധം ഇല്ലാതെ പ്രശ്നം ഞാനിപ്പോൾ പരിഹരിച്ചതാന്ന് പറഞ്ഞാൽ വലിയ വീമ്പൊക്കെ ഇളക്കി അവിടെ നിന്ന്. എന്നിട്ട് നേരെ ഔസ് ഗോത്രത്തിൻ്റെ മുന്നിൽ വന്ന് അവരോട് പറഞ്ഞു, ബാ എൻ്റെ ജനതയെ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, നിങ്ങൾ എൻ്റെ അനുയായികളല്ലേ, ഞാൻ വിളിച്ചതനുസരിച്ച് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നു പറഞ്ഞു. എന്തായിരിക്കും സഹാബാക്കളുടെ മറുപടി? ബാക്കി ഞാൻ പറയണ്ടല്ലോ. ലാ അൻഅമല്ലാഹു അലൈക ഐനൻ യാ ഫാസിഖ് എന്ന് പറഞ്ഞ ശക്തമായ ചീത്ത പറഞ്ഞ്, എടാ ഫാസിക്കേ എന്ന് വിളിച്ചിട്ട് അവരയാളെ തിരിച്ചു ഓടിച്ചു. അതോടുകൂടി അയാളും ഇളിമ്പി ചമ്മി നാറി തിരിച്ചു വന്നു. അതിനുശേഷം അയാൾ പറഞ്ഞു, ഇന്ന ഖൗമി ഖദ് അസാബ ബഅദി ഷർറുൻ, എൻ്റെ ജനതയ്ക്ക് ഞാൻ പോയതിനു ശേഷം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, വലിയ ഷർറ് മുസീബത്ത് അവരെ പിടികൂടിയിട്ടുണ്ട്, അവർ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ അയാളും ശക്തമായി പോരാടി കേട്ടോ. ഉഹദ് യുദ്ധത്തിൽ അയാളും ശക്തമായി പോരാടി. പിന്നെ അതിനുശേഷം ഇനി യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാം. ആദ്യമായിട്ട് ഒരു ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നത് സിബാ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ മുന്നോട്ട് വന്നു. ആരെങ്കിലും എന്നോട് പോരാടാൻ വേണ്ടി തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അയാളെ കീഴടക്കാൻ വേണ്ടി, ഞാൻ കുറച്ചൊന്ന് ചുരുക്കുകയാണ് കേട്ടോ, ഇന്നൊരു സംഭവം കൂടി പറയാനുള്ളതുകൊണ്ട്. അയാളെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു മുന്നോട്ടേക്ക് വന്നു. ഒറ്റ വെട്ടിന് 2 വെട്ടിന് അയാളുടെ കഥ ഹംസ റളിയല്ലാഹു അൻഹു തീർത്തു. ബദർ യുദ്ധത്തിലും അങ്ങനെ ആയിരുന്നല്ലോ, ആദ്യം ദ്വന്ദ്വ യുദ്ധമാണ്, ഒറ്റക്കൊറ്റക്കുള്ള യുദ്ധമാണ്, അതിനുശേഷമാണ് കൂട്ടമായ പോരാട്ടം. രണ്ടാമത് ബനു അബ്ദിദ്ദാർ ഗോത്രം. ആ ഗോത്രത്തിൻ്റെ ഉത്തരവാദിത്തം എന്താ? കൊടി പിടിക്കാം. ബനു അബ്ദിദ്ദാർ ഗോത്രത്തിൻ്റെ പ്രധാനി അബൂ സുഫിയാൻ, അവർ ആവേശം കേട്ടിട്ടുണ്ടല്ലോ, തൽഹത്ത് ബിൻ അബി തൽഹ അൽ അബ്ദരി എന്ന് പറഞ്ഞ മുശ്രിക്ക്. അയാൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ധീരനായ പോരാളിയായിരുന്നു, ഏറ്റവും കഴിവുള്ള ആളായിരുന്നു. അയാൾ മുന്നോട്ടേക്ക് വന്നു. എന്നിട്ട് ഹൽ മിൻ മുബാരിസ്, ആരെങ്കിലും എന്നോട് പോരാടാനുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പക്ഷെ അയാൾ ചില്ലറക്കാരനല്ല, അതുകൊണ്ട് സഹാബാക്കൾ പെട്ടെന്ന് ആരും ഞാൻ തയ്യാറെന്ന് പറയാൻ റെഡിയായില്ല. രണ്ടാമതും അയാൾ ചോദിച്ചു, ഹൽ മിൻ മുബാരിസ്, ആരെങ്കിലും എന്നോട് പോരാടാനുണ്ടോ? അയാൾ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് മുമ്പോട്ട് കയറി വന്നിട്ടാണ് ചോദിക്കുന്നത്. രണ്ടാമത് ചോദിച്ചിട്ടും ആരും മിണ്ടുന്നില്ല. മൂന്നാമതും അയാൾ ചോദിച്ചു, ഹൽ മിൻ മുബാരിസ്, എന്നോട് പോരാടാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ഒട്ടകപ്പുറത്ത് നിന്ന് മൂന്നാമതും അയാൾ ചോദിച്ചു. മൂന്നാമത് ഇയാൾ ചോദിച്ച് കഴിയലും മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൻ്റെ നടുക്ക് നിന്ന് ഒരാൾ ചീറിപ്പാഞ്ഞു ഓടി അയാൾക്ക് നേരെ എടുത്തു. ക്ഷണനേരം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് ഈ ഒട്ടകപ്പുറത്ത് നിൽക്കുന്ന തൽഹത്ത് ബിൻ അബി തൽഹയുടെ അടുക്കൽ അയാൾ എത്തുകയും ഒറ്റ നിമിഷം കൊണ്ട് ചാടി ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ സഹാബി ഓടി ചാടി ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി. എല്ലാവരും നോക്കി നിൽക്കുക, മുസ്ലിമീങ്ങൾ ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുക, ശത്രുക്കൾ ഇങ്ങനെ പകച്ചു നിൽക്കുക. അവരുടെ ധീരപുരുഷനാ, വീരപോരാളിയാ. അയാളുടെ മേലെ, ഒട്ടകത്തിൻ്റെ മേലിലേക്ക് അയാൾ ചാടി കലർന്നു. എന്നിട്ട് ഈ തൽഹത്ത് ബിൻ അബി തൽഹ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ തന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്ന് അയാൾക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പ് ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്ന് താഴേക്ക് ചാടുന്നതിനിടയിൽ ഇയാളെ താഴെയാക്കിയിട്ട് ഈ സഹാബി മുകളിൽ വന്നു. നിലത്ത് വീഴലും അരയിൽ തിരികെ വെച്ചിരുന്ന കടാരയോ കത്തിയോ പുറത്തെടുത്ത് അയാളുടെ കഴുത്ത് അങ്ങ് അറുത്ത് കളയും. എല്ലാം ഒരുമിച്ചായിരുന്നു.
2-3 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് കൊണ്ട് സംഭവം മൊത്തം തീർന്നു. അവരിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോരാളി, ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൽപ്പെട്ട മെയിൻ ആള്, അവർ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്ന ഒരാളെ നിമിഷ നേരം കൊണ്ട് ആ സഹാബി കഥ കഴിച്ചു തീർത്തു. ആരായിരുന്നു ആ സഹാബി? അടുത്ത ക്ലാസ്സിൽ പറയണം. ആ സഹാബിയുടെ പേര് ഇപ്പം തന്നെ പറയാല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചുമ്മയുടെ മകൻ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹയുടെ മകൻ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ തോഴൻ, ഹവാരിയു മിൻ ഹവായിരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ച സഹാബി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇനി നേരത്തെ വന്ന എന്തുകൊണ്ട് ഖാലിദിനെ നേരിടാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാഗത്ത് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ തന്നെ നിർത്തി എന്നുള്ളതിന് ഒരു ചെറിയ ഉത്തരം മാത്രമാണിത്. ചില്ലറക്കാരനായിരുന്നില്ല സുബൈർ റളിയല്ലാഹു അൻഹു. അവരിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളെ രോമൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ എഴുന്നേറ്റെന്ന് പോകാം. കാരണം ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് ചാടിക്കയറുക എന്ന് പറഞ്ഞാൽ ചില്ലറക്കാര. സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ, കുതിരയുടെ പുറത്ത് നിന്നുകൊണ്ട് 2 കൈകളിലും വാള് പിടിച്ച് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. കുതിരപ്പുറത്തൊന്ന് കയറി നമ്മൾ ഊട്ടിയിലും മൈസൂരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരാൾ പിടിച്ചിട്ട് നമ്മളിങ്ങനെ നടത്തിക്കാറുണ്ടല്ലേ, അതല്ലാണ്ട് ഒന്ന് ഒറ്റയ്ക്ക് പോയി നോക്കണം. അപ്പം തന്നെ അതിനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. ഒരു കയ്യിൽ വാള് പിടിച്ചിട്ട് എങ്ങനെ യുദ്ധം ചെയ്യലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ ഒറ്റക്ക് കുതിരയിലിരുന്നിട്ട് 2 കൈകൾ കൊണ്ട് വാള് പിടിച്ചിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി കഴിവുള്ള ആളായിരുന്നു എന്നാണ്. അങ്ങനെ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊന്ന പാട് റസൂലുള്ളാഹിന് അത് ഭയങ്കര ആവശ്യമായി. കാരണം യുദ്ധം എന്താവും എന്നുള്ള ടെൻഷൻ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ആദ്യം തന്നെ മുസ്ലിമീങ്ങൾക്ക് ഒരു ചെറിയ വിജയം കിട്ടിയപ്പോൾ നബി തങ്ങൾ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പൊക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇന്നലി കുല്ലി നബിയിൻ ഹവാരിയൻ, എല്ലാ നബിക്കും ഒരു ഉറ്റ തോഴനുണ്ടാവും. വഹവാരിയി അസ്സുബൈർ, എൻ്റെ സ്വന്തം ഹവാരി അത് സുബൈറാണ് കേട്ടോ. എന്നിട്ട് റസൂലുള്ള ഒരു വാക്ക് പറഞ്ഞു, ലൗ ലം യബ്റുസ് ഇലൈഹി ലബറസ്തു അന ഇലൈഹി, എങ്ങാനും സുബൈർ അയാളിലേക്ക് അയാൾ 3ാമത് വെല്ലുവിളിച്ചിട്ട് എഴുന്നേറ്റ് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോയേനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ലിമാ റഅയ്തു മിൻ ഇഹ്ജാമിൻ നാസി അലൈഹി, ജനങ്ങളൊക്കെ അയാളെ കണ്ട് പേടിച്ചിരിക്കുന്ന കണ്ടിട്ട് അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടൊരു അടിയാവുമെന്ന് മനസ്സിലായിട്ട് എങ്ങാനും സുബൈർ പോയിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ നേരെ ചാടി വീഴുമായിരുന്നെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് പവർ കാണിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഒരു ചള്ള കടി കൊണ്ടാലും മറ്റേ ചള്ള കാണിച്ചു കൊടുക്കേണ്ട സ്ഥലമല്ല. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ യുദ്ധത്തിലാട്ടോ, അതല്ലാണ്ട് പാവപ്പെട്ട ഏതെങ്കിലും ഒരു മുശ്രിക്കിനെ പോയി അടിക്കുന്ന ഒരു സഹാബാക്കൾ കാണിച്ച ആവേശമല്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ സ്വന്തം രാജ്യത്ത് താമസിക്കാൻ വേണ്ടി മുശ്രിക്കീങ്ങൾ സഹാബാക്കളെ സമ്മതിച്ചില്ല അല്ലേ. മക്കത്താണ് ജനിച്ച് വളർന്ന നാട്, അവിടെ താമസിക്കാൻ സമ്മതിച്ചില്ല. അവിടുന്ന് ആട്ടിപ്പുറത്താക്കി വേറൊരു നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് താമസിക്കുമ്പോൾ അവിടെയും താമസിക്കാൻ വിടാതെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ക്രൂരന്മാരായ ശത്രുക്കൾക്കെതിരെ പോരാടുമ്പോൾ അവർ കാണിച്ച ആവേശമാണ് ഇത്. ആ സമയത്ത് പിന്നെ പോരാട്ടത്തിൻ്റെ സമയത്ത് പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കേണ്ടത്, അതല്ലാതെ സംയമനത്തിൻ്റെ അല്ലെങ്കിൽ സഹനത്തിൻ്റെ രീതിയല്ല കാഴ്ചവെക്കേണ്ടത്. അതുകൊണ്ടാണ് സഹാബാക്കൾ ഇത്രയും ശക്തമായി പോരാടിയത്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി പിന്നെ യുദ്ധം തുടങ്ങി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 പേഴ്സണൽ പോരാട്ടം കൂടി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ യുദ്ധം തുടങ്ങി. 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി വീണ് ശക്തമായ പോരാട്ടം നടക്കാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പറഞ്ഞതിൽ നമുക്ക് ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് സഹാബാക്കൾ മതി, അവരുടെ ചരിത്രം മതി. നമുക്കിനി സിനിമ വേണ്ട, സീരിയൽ വേണ്ട, സീരിയസ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഇവരെ ചരിത്രം പരമാവധി കേൾക്കണം. അത് കേൾക്കേണ്ട പോലെ കേട്ടാൽ നമുക്ക് ഈ 3/4 മണിക്കൂർ മതിയാകാതെ വരും. ഇപ്പോൾ നമ്മൾ ഏകദേശം 47 മിനിറ്റ് മതിയാകാതെ വരും. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ളത് എല്ലാ ദിവസവും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇവരെക്കുറിച്ച് പരമാവധി കേൾക്കണം. അവരുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ ശ്രമിക്കണം. അവരോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇമാം ഷാഫി റഹിമുള്ള പാടില്ലേ, വഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും ലഅല്ലല്ലാഹ യർസുഖ്നി സ്വലാഹ, അല്ലേ, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടവനല്ല, പക്ഷേ സാലിഹീങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ആ ഇഷ്ടം കൊണ്ട് അള്ളാഹു ഒരു പക്ഷേ എനിക്ക് സലാഹിയത്ത് നൽകി എന്നെയും സാലിഹാക്കിയാലോ എന്ന് അദ്ദേഹം പാടുന്നുണ്ട്. അതുപോലെ നമ്മൾ സഹാബാക്കളെ പോലെ ആകാൻ ശ്രമിക്കുകയാണ്, അവരെ ഇഷ്ടപ്പെടുകയാണ്. ആ ഇഷ്ടമെങ്കിലും അള്ളാഹു കബൂലാക്കിയിട്ട് നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി